എന്നെ സ്വന്തം ചേട്ടനെ പോലെ കാണണം. എന്നാലേ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. അല്ലേ സിമി? എന്താണ് അവൻ്റെ പേര്? അവൻ്റെ പേര് ഞാൻ പറഞ്ഞു. ബോബി. ആ, ബോബി. എന്താണ് അവൻ്റെ യോഗ്യത? എൻ്റെ കൂടെ ഈ ടേബിളിലിരുന്ന് നമ്മുടെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ അവൻ്റെ യോഗ്യത എന്താ? ഷേവ് ചെയ്താ മോളെ, ഷേവ് ചെയ്താൽ കൊടുക്കാൻ 60 രൂപ എടുക്കാൻ ഉണ്ടാത്തവനെ. ചേച്ചി അതൊക്കെ പണ്ട്. ബോബി ഇപ്പൊ പണിക്കൊക്കെ പോണു. മോളെ, ഞാനല്ലേ സംസാരിക്കുന്നത്, ചേച്ചിയല്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എന്നോടല്ലേ മറുപടി പറയണ്ട. ഇൻസൾട്ട് ചെയ്യല്ലേ മോളെ, ഇൻസൾട്ട്. അതൊന്നല്ല ഏട്ടാ, ബോബിക്ക് നല്ല ആരോഗ്യമുണ്ട്, നല്ല ബുദ്ധിയുണ്ട്, നല്ല മനസ്സാണ്. അത്രയും മതി. നീ കുറെ കൂതറ സിനിമ കാണുന്നുണ്ട് മോളെ. ഡെയിലി ഞാൻ ഒരുപാട് പേരെ കാണുന്നത്. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട്, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റൂല. ഇവനൊക്കെ പക്ക ഫ്രോഡാ. ആ ചേട്ടൻ്റെ ഒപ്പീനിയൻ, എനിക്ക് എൻ്റെ ഒപ്പീനിയൻ, അങ്ങനെ വെച്ചാൽ മതി. ഈസി ആയല്ലോ. അപ്പൊ എല്ലാം ഈസി ആയല്ലോ. മോളെ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിന്നെ കിട്ടുന്നവനും മിനിമം എൻ്റെ അത്ര യോഗ്യതകളും വേണം. വേണ്ട മോളെ? പിന്നെ ഇവന്മാരും ഞാനും തമ്മിലുള്ള പ്രധാന വ്യത്യാസം നമുക്ക് പറഞ്ഞിട്ടെ. ശ്രദ്ധിച്ചു, ഇവന്മാര് പല തന്തയ്ക്ക് പറഞ്ഞത്, ഞാൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞതാ. ഓക്കെ? അങ്ങനെ പല തന്തയ്ക്ക് പറഞ്ഞാൽ ടെക്നിക്കലി പോസിബിൾ അല്ല ഏട്ടാ. എല്ലാവർക്കും ഒരു തന്തയേ ഉള്ളൂ. എന്താ പറഞ്ഞ? എന്താ പറഞ്ഞ? അശ്ലീലം പറയുന്നത്. ഞാനും ചോദിക്കട്ടെ, പെൺകുട്ടികൾ ഇങ്ങനെയാണ് വളർത്തുന്നത്? എന്തുകൊണ്ടും പറയാനാണോ? ചേട്ടൻ ഒച്ചണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ഇഷ്ടമുള്ള ആളെ കൂടെ ഞാൻ പോകും. കൂടി വിളിക്കാൻ നിൽക്കണ്ട. നിനക്കൊന്നും ആരും വിളി, ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ചേട്ടാ, ബേബി മോളെ എടി പൊടിന്ന് വിളിക്കരുത്. നീ ഇടപെടണ്ട. ഞാനേ സ്വന്തം ചേട്ടനെ പോലെ സംസാരിക്കുന്നത്. ഏത് ടൈപ്പ് ചേട്ടനാണെങ്കിലും മര്യാദയ്ക്ക് സംസാരിക്കണം.